ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരീക്ഷ മാത്രമല്ല, അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ കൂടി കടന്നിട്ട് എടുക്കുന്ന ഒരു ലിസ്റ്റാണിത്. അപ്പോൾ ഈ ഇത്ര മാസമായിട്ടും നിയമനം തീരെ കുറഞ്ഞ അവസ്ഥയിൽ സർക്കാർ അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടണം. ഇപ്പം നിലവിൽ പല ജില്ലകളിലും ഒഴിവുകളുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പം നന്നായിട്ട് പഠിച്ചു, റാങ്ക് ലിസ്റ്റിൽ വന്നു, പക്ഷേ ഞങ്ങൾക്ക് ജോലിയില്ല. അപ്പം ഞങ്ങൾ എന്താണ് കുട്ടികളോട് പറയേണ്ടത്? പഠിച്ചിട്ട് ജോലി കിട്ടുന്നതാണോ, അല്ലെങ്കിൽ ഈ സിസ്റ്റം ഇങ്ങനെയാണ്, ഈ സിസ്റ്റത്തിൽ കുറേ പോരായ്മ ഉണ്ടെന്നാണോ? ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാവാത്തത്. പക്ഷേ നമുക്കൊരു പാഷൻ ഉണ്ടാവില്ലേ ഈ വ്യവസ്ഥയിൽ ജനിച്ച്, നമുക്കൊരു അധ്യാപകനാണെന്ന്. ആ പാഷൻ്റെ പുറത്ത് നമ്മൾ ഒരു എക്സാം എഴുതുകയും അങ്ങനെ അധ്യാപകനാണെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ട് അത് ലഭിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം വളരെ വലിയതാണ്. ഇത്രയും പഠിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഇനി കാണാൻ MLA മാരും മന്ത്രിമാരും ഒന്നും ഇല്ല, എല്ലാവരെയും കണ്ടു. നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ മറ്റൊരു സമരം കൂടി എത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് LP-ST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരമാണ് എങ്കിൽ മറ്റൊരു വശത്ത് നിലവിലിപ്പോൾ UP-ST റാങ്ക് ഹോൾഡേഴ്സും സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രധാന ആവശ്യം 2023 ഇവർ PSC പരീക്ഷ എഴുതുന്നു. ഇതിന് ശേഷം 2025 ഒക്ടോബർ മാസത്തിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. 5000-ഓളം കുട്ടികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചത്, ഉദ്യോഗാർത്ഥികളാണ് ഇടം പിടിച്ചത്. ഈ ലിസ്റ്റിൻ്റെ കാലാവധി 2028 തീരും. ഈ 5000-ഓളം കുട്ടികൾ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെയും നിയമനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവരെല്ലാവരും തന്നെ പരീക്ഷ എഴുതിയതാണ്. 14 ജില്ലകളിൽ നിന്നുമുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവർക്കാർക്കും തന്നെ നിലവിൽ നിയമനം ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു വശത്ത് LP-ST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം നടക്കുന്ന വേളയിൽ തന്നെയാണ് മറ്റൊരു വശത്ത് UP-ST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരവും കൂടി നടക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ, ഈ ലിസ്റ്റിൽ ഇതുവരെ വന്നിട്ട് 9 മാസമായി. ഈ 9 മാസമായിട്ടും നാമമാത്രമായിട്ടുള്ള ചില നിയമനങ്ങൾ നടന്നു അല്ലാതെ വേറൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് നിയമനത്തിൻ്റെ അളവ് കൂട്ടേണ്ടതുണ്ട്. ഈ ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരീക്ഷ മാത്രമല്ല, അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ കൂടി കടന്നിട്ട് എടുക്കുന്ന ഒരു ലിസ്റ്റാണിത്. അപ്പോൾ ഈ ഇത്ര മാസമായിട്ടും നിയമനം തീരെ കുറഞ്ഞ അവസ്ഥയിൽ സർക്കാർ അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടണം. ഇപ്പം നിലവിൽ പല ജില്ലകളിലും ഒഴിവുകളുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നില്ല. റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഡിവിഷൻ ഫോൾ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഒഴിവുകൾ അതിന് ശേഷം മാത്രം നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യാമെന്നാണ്. അപ്പം ഡിവിഷൻ ഫോൾ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണം നമുക്കെല്ലാവർക്കും അറിയാം, പോപ്പുലേഷൻ കേരളത്തിൽ കുറഞ്ഞു വരികയാണ്, കുട്ടികളുടെ എണ്ണം കുറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങളൊക്കെ സർക്കാർ കാര്യക്ഷമമായി നേരിട്ടില്ലെങ്കിൽ ഇത്രയും ആളുകൾ, ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് 1, 2, 3 വർഷമൊക്കെ എടുത്തിട്ട് എക്സാം എഴുതി അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റിലെത്തി. ആ റാങ്ക് ലിസ്റ്റിലെത്തിയിട്ട് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. 1ാം റാങ്കുകാരന് പോലും ജോലി കിട്ടാത്ത ഭീകരമായ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ അധ്യാപകരായിട്ടുള്ള ആൾക്കാരാണ്. പലപ്പോഴും നമ്മൾ ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയും നന്നായിട്ട് പഠിച്ചാൽ ജോലി കിട്ടുന്നു. ഇപ്പോൾ നന്നായിട്ട് പഠിച്ചു, റാങ്ക് ലിസ്റ്റിൽ വന്നു, പക്ഷേ ഞങ്ങൾക്ക് ജോലിയില്ല. അപ്പോൾ ഞങ്ങൾ എന്താണ് കുട്ടികളോട് പറയേണ്ടത്? പഠിച്ചിട്ട് ജോലി കിട്ടുന്നതാണോ, അല്ലെങ്കിൽ ഈ സിസ്റ്റം ഇങ്ങനെയാണ്, ഈ സിസ്റ്റത്തിൽ കുറേ പോരായ്മ ഉണ്ടെന്നാണോ? ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാവാത്തത്. മുൻ സർക്കാരിനെ ഇത് അറിയിച്ചിരുന്നു, അതായത് എല്ലാ സർക്കാരുകളെയും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മുൻ സർക്കാരിനെയും പോയി കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ സർക്കാരിനെയും പോയി കണ്ടിട്ടുണ്ട്. എല്ലാ സർക്കാരും പറയുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പരിഗണിക്കാം, നോക്കാം, പഠിക്കാം എന്നുള്ളതല്ലാതെ ഒരു കാര്യക്ഷമമായിട്ടുള്ളൊരു ഒരു സൊല്യൂഷനിലേക്ക് ഗവൺമെൻറ് എത്തുന്നില്ല. അയ്യൊരു ബുദ്ധിമുട്ടുണ്ട്. നോക്കൂ, 9 മാസമായി ഈ ലിസ്റ്റ് വന്നിട്ട്. ഭൂരിപക്ഷം ജില്ലകളിലും ഫസ്റ്റ് റാങ്കുകാരന് പോലും നിയമനം കിട്ടിയിട്ടില്ല. 1ാം റാങ്കുകാരൻ നിയമനം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അതായത് ആർക്കും നിയമനം ലഭിച്ചിട്ടില്ല. നിലവിൽ 2 ജില്ലകൾ ഒഴിച്ച് ബാക്കി ഒരു ജില്ലകളിലും ഫസ്റ്റ് റാങ്കുകാരന് പോലും നിയമനമില്ല. പല ജില്ലകളിലും ഇപ്പം കോടതി ഉത്തരവ് പ്രകാരമുള്ള മൾട്ടിപ്പിൾ ഡിസബിലിറ്റീൻ്റെ ഒഴിവുകൾ, അതും നിയമനം കൊടുത്തിട്ടില്ല. ആ ഒഴിവുകൾ ഒഴിച്ചിട്ടിട്ടുണ്ടെന്നല്ലാതെ നിയമനങ്ങൾ നടന്നത് നാമമാത്രമാണ്. നിലവിലുള്ള മന്ത്രിമാരെ ആരെങ്കിലും വിഷയം അറിയിച്ചോ? വിദ്യാഭ്യാസ മന്ത്രിയെയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് കണ്ട് വിഷയം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പരിഗണിക്കാമെന്ന് പറയുകയല്ലാതെ ഇത്രയും കാലമായിട്ടും ഒരു കൃത്യമായ ഒരു സൊല്യൂഷനിലേക്ക് അവർ എത്തിച്ചേരാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ പ്രായപരിധി കഴിഞ്ഞവരടക്കം ഉണ്ട് അല്ലേ? PSC എക്സാം ചില ആളുകൾ ബോർഡറിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു എക്സാമിന് അവർ പഠിച്ചെഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് 2 ഘട്ടമാണ് എക്സാം. ഒരു എക്സാമും അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇപ്പോൾ ഇന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നു, ഒരു 6 or 7 മാസം കഴിഞ്ഞ് എക്സാം വരുന്നു. ആ എക്സാം കഴിഞ്ഞ് ഒരു 6 or 7 മാസം കഴിഞ്ഞ് വീണ്ടും ഇൻ്റർവ്യൂ വരുന്നു. ആ ഇൻ്റർവ്യൂവിന് ശേഷമാണ് ഒറിജിനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1.5 വർഷക്കാലം ഈ എക്സാമിൻ്റെ പുറകെ പഠനവും കൂടുമ്പോൾ ഒരു 2.5 വർഷക്കാലം നമ്മൾ ഈ എക്സാമിൻ്റെ പുറകെ നടക്കേണ്ടതുണ്ട്.
അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും ഈ ജോലിയിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റൂ. പലയിടത്തുനിന്ന് പോകുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്നാൽ വേറെ എക്സാമിൽ ട്രൈ ചെയ്യുന്നതൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ നമുക്കൊരു പാഷൻ ഉണ്ടാവില്ലേ ഈ വ്യവസ്ഥയിൽ ജനിച്ച് നമുക്കൊരു അധ്യാപകനാണെന്ന്. ആ പാഷൻ്റെ പുറത്ത് നമ്മൾ ഒരു എക്സാം എഴുതുകയും അങ്ങനെ അധ്യാപകനാണെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ട് അത് ലഭിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം വളരെ വലിയതാണ്. താങ്കളുടെ പേരെന്താ? അശ്വിൻ. എവിടുന്നാണ്? ഞാൻ വയനാട് ജില്ല വരുന്നത്. അവിടുത്തെ UPSC റാങ്കിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം. ഇതാണ് ഇതുവരെയും നാമമാത്രമായുള്ള നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. 1-2 ജില്ലകളിൽ മാത്രം നിയമനം നടന്നിരിക്കുന്നു. ബാക്കിയുള്ള ജില്ലകളിലെല്ലാം തന്നെ 1ാം റാങ്കുകാരന് പോലും നിയമനം ലഭിക്കാത്ത സാഹചര്യം. ഇതാ ഒരു അമ്മ ഒരു കൈക്കുഞ്ഞിനെയുമായാണ് നിലവിലിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ചേച്ചി, ഞാൻ പേരൂർക്കടയിൽ നിന്നാണ് വരുന്നത്. ഇതിപ്പോൾ നിയമനം ലഭിച്ചില്ല, വലിയ ആശങ്കയിലാണ്. വലിയ ആശങ്കയിലാണ്. കാരണം ഇപ്പോൾ ലിസ്റ്റ് വന്നിട്ട് 9 മാസം കഴിഞ്ഞു. ഈ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് 2-3 വർഷത്തോളം കഷ്ടപ്പെട്ടാണ് ഞങ്ങളെല്ലാവരും റാങ്ക് ലിസ്റ്റിൽ വന്നത്. അപ്പോൾ 9 മാസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് റാങ്കിന് പോലും ഇതുവരെയും നിയമനമായിട്ടില്ല. വല്ലാത്തൊരു ടെൻഷനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഇനി കാണാൻ MLA-മാരും മന്ത്രിമാരും ഒന്നും ഇല്ല. എല്ലാവരെയും കണ്ടു, ഞങ്ങൾ നിവേദനം എല്ലാം കൊടുത്തു. അപ്പോൾ എന്നിട്ടും ഈ ഇത്രയും ഡിവിഷൻ ഫോൾ വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു റേഷ്യോ എങ്കിലും കുറച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാതെ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് ഒരു വിധത്തിലുള്ള ഒരു നീതിയും ലഭിക്കില്ല. അപ്പോൾ അതിനാണ് ഞങ്ങളിപ്പോൾ ഇന്നിവിടെ. അവസാന പ്രതീക്ഷയായിരുന്നു ഇതാണ്, ഈ റാങ്ക് ലിസ്റ്റാണ് ഏക പ്രതീക്ഷ. നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട റാങ്ക് ലിസ്റ്റ് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇതൊന്നും ആവാതിരിക്കുമ്പോൾ ഇനി മുന്നോട്ട് പഠിക്കണോ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു വിഷമഘട്ടത്തിലിരിക്കുകയാണ്. എന്തായാലും ഈ 9 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷവും യാതൊരുവിധ നിയമനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ രാവെന്നോ പകലെന്നോ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ പഠിച്ച ഉദ്യോഗാർത്ഥികളാണ്. എന്നിട്ടും 1ാം റാങ്കിന് പോലും ഇത്തരത്തിൽ ജോലി ലഭിക്കാത്ത സാഹചര്യം. ഏറെ പ്രതിസന്ധിയിലൂടെയാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത്, പലർക്കും നിലവിലിപ്പോൾ അടുത്ത PSC പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യം. അതായത് പ്രായപരിധി ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരവസ്ഥയാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഈ ഒരു ചെറിയൊരു കുട്ടിയെയും കൊണ്ടാണ് നിലവിലിപ്പോൾ ഈ സമരത്തിന് ആ ഒരു ഉദ്യോഗാർത്ഥി വന്നിരിക്കുന്നതും. അവർ പറയുന്നത് പ്രായപരിധി ഒരു പ്രശ്നമാണ്. ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിന് പരിഹാരം കാണേണ്ടതുണ്ട്. അതായത് സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയായി മാറിയേക്കാം ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളെ PSC പരീക്ഷ എഴുതിയിട്ടും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുകൂടി അവർക്ക് നിയമനം ലഭിക്കാത്ത വലിയ സാഹചര്യം. ഏറെ പ്രതിസന്ധിയായ ഉദ്യോഗാർത്ഥികളുടെ ഒരു സാഹചര്യം. എന്തായാലും ഈ ഒരു സമരം കടുപ്പിക്കാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 100-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികൾ നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ കുത്തിയിരുന്ന് സമരം നടത്തുകയാണ്. 2028 ഈ റാങ്കിൻ്റെ കാലാവധി തീരുവാൻ പോകുന്നത്. നാമമാത്രമായ നിയമനങ്ങൾ മാത്രമേ നിലവിലിപ്പോൾ നടന്നിട്ടുള്ളൂ. 1-2 ജില്ലകളിൽ മാത്രമായി നിയമനം നടന്നിരിക്കുന്നു. ബാക്കിയുള്ള ജില്ലകൾ, അതായത് ബാക്കി 12 ജില്ലകളുണ്ട്. ഇവിടെയുള്ള 1ാം റാങ്കുകാരന് പോലും നിയമനം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. എന്തായാലും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവസാന പ്രതീക്ഷ എന്നോണം ഈ ഒരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെയുണ്ട്. അവരെ സംബന്ധിച്ച് വളരെ വലിയ ജീവിത ബുദ്ധിമുട്ടുകളാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു സമരത്തിനോട് മുഖം തിരിച്ച് നിൽക്കുമോ നമ്മുടെ സർക്കാർ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ട വിഷയം. എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ വിഷയങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ സർക്കാരിൻ്റെ മുഖച്ഛായയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.